ഹലോ, എൻ്റെ ഉമ്മ കടുമാങ്ങ ഇടുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മാങ്ങ കഴുകി വെള്ളം നനവൊന്നുമില്ലാതെ 10 ദിവസം ഉപ്പിലിട്ട് വെച്ചതാണ്. ഇത് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ കറ ഈ മാങ്ങയിലേക്ക് തന്നെ ആക്കാറുണ്ട്. ഇതിലിപ്പോൾ 300 മാങ്ങയാണുള്ളത്. ഈ മാങ്ങ 10 ദിവസത്തിന് ശേഷം വെള്ളം വാങ്ങി സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വെള്ളം നരിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം പച്ചക്കടുക് 100 ഗ്രാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കിലോ മുളകാണ് എടുത്തിട്ടുള്ളത്. കുരുവൊക്കെ കളഞ്ഞ് പൊടിച്ചെടുത്തതാണ്. ഈ മാങ്ങയും വെള്ളം വേറാക്കി വെച്ചതിലേക്ക് കടുകും നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള കടുകും മുളകും ഇതിലേക്കിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ കലക്കിയെടുക്കുന്നുണ്ട്. ഈ കലക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. മുളക് കുരുവൊക്കെ കളഞ്ഞ് പൊടിച്ചെടുക്കണം. എന്നാലാണ് കൂടുതൽ കാലം ഇത് കേടില്ലാതെ ഇരിക്കുള്ളൂ. അതിനാണ് ഈ കുരു കളഞ്ഞ് പൊടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നല്ലെണ്ണയൊന്നും ഞങ്ങളിപ്പോൾ ചേർത്ത് കൊടുക്കാറില്ല. ആവശ്യത്തിന് എടുക്കുമ്പോൾ ആവശ്യമുള്ളവർക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ഉപയോഗിക്കാം. അത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായം പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. കായം പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് മസാലയും മാങ്ങി നല്ല പോലെ തന്നെ ഇളക്കിയെടുക്കണം. ഈ മാങ്ങയും മസാലയൊക്കെ നല്ല പോലെ തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം നനവൊന്നും ഇല്ലാത്ത നല്ല ചില്ല് ഭരണിയിലാണിത് സൂക്ഷിച്ച് വെക്കുന്നത്. അതിന് മാങ്ങയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല നാടൻ മാങ്ങയാണിത്. നല്ല നാടൻ മാങ്ങയുടെ ചെറിയ സൈസ് എടുത്തിട്ട് വേണം കടുമാങ്ങ ഇടാൻ. കുറച്ച് വലുതാണെങ്കിൽ ഉപ്പുമാങ്ങയാണ് ഇടാറ്. നല്ല പോലെ തന്നെ ഇളക്കിയെടുത്തിട്ട് നല്ലൊരു ചില്ല് ഭരണിയിൽ ആക്കി സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. ഇപ്പോൾ ചില്ല് ഭരണിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത്